ഇതാണ് വൃദ്ധമന്ദിരം, വാനപ്രസ്ഥ കേന്ദ്രം ഇത് എഴുതിയിരിക്കുന്നത്. ഇത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സ്ഥലം. ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ മക്കളൊക്കെ വിദേശത്തായിരിക്കും, അവർക്ക് ആരുമില്ല അവരെ സംരക്ഷിക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അവരുടെ ഉത്തരവാദിത്തം തീർന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ശരിക്കും ഉത്തരവാദിത്തം തീർക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരോടുള്ള കടപ്പാടില്ലായ്മയാണ് കാണിക്കുന്നത്. ഏതൊരു മക്കൾക്കും മനസ്സ് വെച്ചാൽ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം സുഖം തേടി അവർ ഓരോ വഴികളിലൂടെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ജന്മം കൊടുത്ത, ഇത്രയും കാലം അവരെ ഊട്ടി വളർത്തിയ മാതാപിതാക്കൾ അനാഥരാകുന്നു എന്ന കാര്യം അവർ മനഃപൂർവ്വം അവർ വിസ്മരിക്കുകയാണ്. വല്ലപ്പോഴും വന്ന് അവരെ കാണുകയോ അവർക്കെന്തെങ്കിലും കൊടുത്തത് കൊണ്ടോ ആയില്ല. അവരാഗ്രഹിക്കുന്ന എപ്പോഴും മക്കളുടെ സാന്നിധ്യവും കൊച്ചുമക്കളുടെ സാമീപ്യവുമാണ്. അതവർക്ക് നിഷേധിച്ചുകൊണ്ട് എത്ര കൊട്ടാരത്തിൽ ജീവിച്ചാലും അതൊന്നും ഒരിക്കലും അവരുടെ മനസ്സിനോ അവരുടെ ജീവിതത്തിലോ ഒരു സംതൃപ്തി നൽകുന്നതല്ല. അതുകൊണ്ട് അനാഥ ബാല്യങ്ങളും അനാഥമായ മാതാപിതാക്കളും വൃദ്ധമന്ദിരങ്ങളും വർദ്ധിക്കാതിരിക്കാൻ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. നമ്മളെല്ലാവരും അതിന് ഭാഗമാകുക. ഒരിക്കൽ പോലും അനാഥ ബാല്യങ്ങളോ വൃദ്ധസദനങ്ങളോ കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ നമുക്കും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് മദ്യവും മയക്കുമരുന്നും. അതിന് അടിമയായ മാതാപിതാക്കളുടെ കുട്ടികളും അത് കണ്ടു തന്നെ വളരുന്ന കുട്ടികളും അവരുടെ ജീവിത രീതികൾ എവിടെ എത്തുന്നു, എങ്ങനെ എത്തുന്നു ഒക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്.